നമസ്കാരം. 10 മാസം ചുമന്ന് തനിക്ക് ജന്മം നൽകിയ അമ്മയെ, തന്നെ മുലയൂട്ടിയ അമ്മയെ, തൻ്റെ കൈക്കും കാലിനും ഒന്നും പറ്റാതെ വർഷങ്ങളോളം കാത്തു രക്ഷിച്ച അമ്മയെ, മുതിർന്നു കഴിഞ്ഞിട്ടും തൻ്റെ ദുശീലങ്ങൾക്ക് വേണ്ടി നാട്ടുകാരോടും ബന്ധുക്കളോടും കടം വാങ്ങി സഹായിച്ച ഉമ്മയെ അഫാൻ എന്ന ക്രൂരനായ മനുഷ്യൻ ആദ്യം കൊല്ലാൻ ശ്രമിച്ചത് ആ ഉമ്മയായിരുന്നു. അതായത് തനിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയ, തൻ്റെ പേരിൽ ഭർത്താവിനോട് പോലും വഴക്കുണ്ടാക്കേണ്ടി വന്ന ഉമ്മയെ അവൻ ആദ്യം വകവരുത്താൻ തീരുമാനിക്കുന്നു. ഉമ്മയുടെ കഴുത്തിൽ അവൻ ഷാളിട്ട് മുറുക്കുന്നു. ഉമ്മ മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് അവൻ നേരെ പോകുന്നത് ഉമ്മുമ്മയെ കാണാനാണ്. ഉമ്മുമ്മയെയും അവൻ വകവരുത്തി. പിന്നീട് അടുത്ത ബന്ധുക്കളെയും സ്വന്തം കാമുകയെയും അനിയനെയും ഒക്കെ അവൻ വകവരുത്തി. ഉമ്മ മാത്രം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്നിട്ട് അവൻ മരിക്കും എന്ന് പറയുന്നതല്ലാതെ മരിക്കാൻ ഒരാഗ്രഹവും അഫാനില്ല. അതുകൊണ്ടാണ് അവൻ കൂളായി കുളിച്ച് നനച്ച് തുണി മാറി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയത്. ഇന്നും പോലീസുകാർ ദുരൂഹമായ കാരണത്താൽ അവനെ ചുമന്നുകൊണ്ട് നടക്കുന്നു. അവൻ പറയുന്ന നുണകളൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നു. വാസ്തവത്തിൽ അഫാന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരാണ്? അഫാനെ ഈ ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതാണ്? അതേക്കുറിച്ചൊരു അന്വേഷണവും പോലീസ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 23 വയസ്സുള്ള യാതൊരു ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത, ലഹരിക്ക് അടിമയല്ല എന്ന് പോലീസ് ആണയിട്ട് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യണമെങ്കിൽ, എന്നിട്ട് ഇപ്പോഴും ഒരു കൂസലമില്ലാതെ നടക്കണമെങ്കിൽ തീർച്ചയായും അവന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടാവണം? ഞാനും ചാവും സാറേ എന്നൊക്കെ പറയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതൊന്നും ശരിയല്ല. ചാവാൻ അവൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവൻ തീർച്ചയായും നേരത്തെ തന്നെ ചാകുമായിരുന്നു. അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നത് വരെ ആരും അറിഞ്ഞില്ല എന്നോർക്കണം. ചാവാൻ ആഗ്രഹമുള്ളവന് പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കേസന്വേഷണം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയും പരിശീലനവും ക്രൂരകൃത്യങ്ങളുടെ കൃത്യമായ നടപ്പിലാക്കലും ആരും അറിയാൻ പോകുന്നില്ല. ഏതാണ്ട് ഒരാഴ്ചയിലധികം അഫാനെ പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുഖ ചികിത്സയ്ക്ക് വിധേയനാക്കി. അഫാൻ പറഞ്ഞ ഒരു നുണയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നിലപാട്. അഫാൻ പറഞ്ഞത് താൻ എലിവിഷം കഴിച്ചു എന്നാണ്. എലിവിഷം കഴിച്ചതിന്റെ ഒരു തെളിവും പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പോലീസ് അഫാൻ പറഞ്ഞത് വിശ്വസിച്ച് അവനെ 8 ദിവസത്തോളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സകല സൗകര്യങ്ങളും ഒരുക്കി ചികിത്സിച്ചു. അതിനുശേഷവും അവനെ വേണ്ടതുപോലെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ പോലീസിന് അവനെ കസ്റ്റഡിയിൽ കിട്ടി. അവൻ പോലീസിന്റെ കൂടെ നടക്കുന്നത് രാജകുമാരനെ പോലെയാണ്. അന്വേഷണത്തോട് സഹകരിക്കുന്നു എന്ന് പോലീസ് പറയുമ്പോഴും അവൻ നേരത്തെ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ ആവർത്തിക്കുന്നതല്ലാതെ, ഒരു കൂസലമില്ലാതെ എങ്ങനെ അവൻ കൊല നടത്തി എന്ന് വിശദീകരിക്കുന്നതല്ലാതെ ഒരു ഗുണവും ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് അഫാനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലീസ് ഇവനുമായി കൊലപാതകം നടത്തിയ സീനുകളിലൊക്കെ വിസിറ്റ് നടത്തിയിരുന്നു. പാങ്ങോട് ഉമ്മൂമ്മയെ കൊന്ന സ്ഥലത്തും വെഞ്ഞാറമ്മൂട് സഹോദരനെയും കാമുകിയെയും കൊന്ന സ്ഥലത്തുമൊക്കെ പോലീസ് പോയി. അവിടെയൊക്കെ ഇവൻ ചിരിച്ച മുഖത്തോടെ ഒരു കൂസലമില്ലാതാണ് പോലീസിനൊപ്പം പോയത്. ഒരിക്കലും ഓടി രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചിട്ടില്ല. ഒരിക്കലും മാനസിക സംഘർഷം അനുഭവിക്കുന്നതായി അവൻ തെളിയിച്ചിട്ടില്ല. കൊലപാതക സീനിൽ ചെല്ലുമ്പോഴൊക്കെ കൂളായി അവർ നടന്നതൊക്കെ വിശദീകരിക്കുമായിരുന്നു. ഇപ്പോൾ പുതിയതായി പറയുന്നത് ഇരുമ്പ് കമ്പി കൊണ്ട് കൊല്ലാനായിരുന്നു ആദ്യം ആലോചിച്ചത്. പിന്നീട് ഓർത്തു കൈകാര്യം ചെയ്യാൻ എളുപ്പം ചുറ്റികയാണല്ലോ എന്ന്. അങ്ങനെ അവൻ ചുറ്റിക വാങ്ങിയെന്ന്. ഈ ചുറ്റികയിലൂടെ കൊലപാതകം നടത്തിയാൽ ആളുകൾ മരിക്കും എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതായി പോലും തെളിവില്ല. അപ്പോൾ പിന്നെ അവൻ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്? ആരാണ് ഇവന് പരിശീലനം കൊടുത്തത്? എങ്ങനെയാണ് ഒരു നിലവിളി ശബ്ദം പോലും പുറത്തു വരാതിരുന്നത്? പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പിനിടയിൽ ഉച്ചയായപ്പോൾ അവർ വിശക്കുന്നു, ഭക്ഷണം വേണം എന്നാവശ്യപ്പെടുന്നു. പോലീസ് ചോറ് വാങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ അവന് മീൻകറി വേണമെന്ന് പറയുന്നു. താൻ മീൻകറി കൂട്ടിയാണത്രേ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. പോലീസുകാർ അവരുടെ കയ്യിൽ പണം മുടക്കി അവന് മീൻകറി വാങ്ങിക്കൊടുക്കുന്നു. വൈകുന്നേരമായപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു എന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചന നൽകുന്നത്. കാര്യം അന്വേഷിച്ചപ്പോൾ അവന് വൈകുന്നേരം പതിവായി കഴിക്കുന്നത് പെറോട്ടയും ചിക്കൻ കറിയുമാണെന്ന് പറയുന്നു. പോലീസ് അവനെ ഉറങ്ങുന്നതിന് വേണ്ടി, കിടക്കുന്നതിന് വേണ്ടി പെറോട്ടയും ചിക്കൻ കറിയും വാങ്ങിക്കൊടുക്കുന്നു. അതിനുശേഷം ഉറങ്ങാൻ കിടന്നത് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണ്. പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ പായില്ല എന്നെല്ലാവർക്കും അറിയാം. ജയിലിൽ ഒരു പായും തലേണയും ഉണ്ട്, മറ്റു സൗകര്യങ്ങളില്ലെങ്കിലും. ആ ലോക്കപ്പിൽ കിടന്നുറങ്ങാൻ നേരം അവൻ പായ്ക്ക് വേണ്ടി ശാഠ്യം പിടിച്ചു. അവിടെ കടലാസ് വിരിച്ച് കിടക്കാൻ അവൻ സമ്മതിച്ചില്ല. ഒടുവിൽ പോലീസിനെ അവന് പാ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. അതായത് അവൻ പോലീസിനൊപ്പം ചിക്കൻ കഴിച്ചും മീൻകറി കൂട്ടി ചോറുണ്ടും പാ വിരിച്ച് സുഖമായി ഉറങ്ങുകയും ജീവിതം ആസ്വദിക്കുകയാണ്. അവൻ പുറത്തായിരുന്നെങ്കിൽ
അവൻ ഇതിനൊക്കെ ആരെയെങ്കിലും നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യണമായിരുന്നു. അവന്റെ ഉമ്മയെ അവൻ ഭയപ്പെടുത്തി ഉമ്മയുടെ കയ്യിലിരുന്ന പണം മുഴുവൻ പിടിച്ചെടുത്തിരുന്നു. ഉമ്മയുടെ ആഭരണങ്ങൾ അവൻ പണയം വെച്ചു. ഉമ്മ ഇവന് വേണ്ടി ചിട്ടി നടത്തി പണം സംഘടിപ്പിച്ചു കൊടുത്തതും കുടുംബത്തിൽ പ്രശ്നമുണ്ടായി. പല ബന്ധുക്കളിൽ നിന്നും ഇവൻ പണം കൈപ്പറ്റിയിരുന്നു. പണം കൊടുത്തവരൊക്കെ പിന്നീട് കൊടുക്കാതെ വന്നപ്പോൾ ഇവന്റെ ശത്രുക്കളാവുകയും അവരെയൊക്കെ അവൻ കൊന്നുതള്ളുകയും ചെയ്തു. അവനാണിപ്പോൾ ഒരു പാപഭാരവുമില്ലാതെ ഒരു കൂസലുമില്ലാതെ പോലീസ് കസ്റ്റഡിയിൽ ചിക്കൻ ബിരിയാണി കഴിച്ച് സുഖജീവിതം നയിക്കുന്നത്. എങ്ങനെയാണ് 70 ലക്ഷം രൂപയുടെ ബാധ്യത ഇവന് വന്നത് എന്നുപോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവന്റെ ഉപ്പ സൗദി അറേബ്യയിലായിരുന്നു റഹീം. അയാൾക്ക് അവിടെ 10-15 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് 1 രൂപയുടെ ബാധ്യത താൻ നാട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. തന്നെ ആരും സാമ്പത്തികമായി സഹായിച്ചിട്ടില്ല എന്ന് റഹീം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അഫാൻ 70 ലക്ഷം രൂപ കടമുണ്ടാക്കിയത് എങ്ങനെയാണ്? ഈ ദുരൂഹതകളൊന്നും അഴിക്കാൻ പോലീസിന് ആഗ്രഹമില്ല. ഇവൻ എങ്ങനെ ഈ കൊലപാതക പരിശീലനം കിട്ടി എന്ന് പോലീസ് അന്വേഷിക്കില്ല. ഇവന്റെ കടബാധ്യതകൾ എങ്ങനെയുണ്ടായി എന്ന് പോലീസ് അന്വേഷിക്കില്ല. ഇവൻ രാത്രികാലങ്ങളിൽ വീട്ടിലില്ലായിരുന്നു എന്ന മൊഴി പോലീസ് അന്വേഷിക്കില്ല. എല്ലാ കഥകളും ഇവൻ പറയുന്നത് പോലെ പോലീസ് ശരിവെച്ച് അവന് ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ആരൊക്കെയാണ് അഫാൻ എന്ന കൊലപാതകയുടെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഒരു കാരണവശാലും ആരും അറിയാതിരിക്കാനാണ് പോലീസിന്റെ ശാഠ്യം. ഇവന്റെ രാത്രി സഞ്ചാരത്തെക്കുറിച്ചും കൊലപാതക രീതിയെക്കുറിച്ചും അന്വേഷിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. അതിലെ വിവരങ്ങൾ പുറത്തു വന്നാൽ അന്വേഷണത്തെ ബാധിക്കും എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അഫാന് ഇപ്പോഴാണ് കൂടുതൽ സന്തോഷവും സുഖവും. അവന് ചിക്കൻ ബിരിയാണിയും മീൻകറിയും കഴിച്ച് സുഖമായി പോലീസിന്റെ വണ്ടിയിൽ ഉലകം ചുറ്റാം. ഇടവേളയിൽ ജയിലിൽ പോയി സുഖമായി കഴിയാം. അഫാന്റെ ജീവിതം നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ കൃത്യമായ അവസ്ഥയുടെ പ്രതിഫലനമാണ്.